ഇന്ത്യയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു സ്ഥലം. ഇപ്പോഴും അവിടെ ആത്മാക്കളുടെ നിലവിളി ഉയരുന്നു എന്ന് പലരും പറയുന്നു. ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും പ്രവേശനം നിഷേധിച്ചിട്ടുള്ള എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. വളരെ പണ്ട് രാജസ്ഥാനിലെ ബാങ്കർ എന്ന പട്ടണത്തിൽ ഒരു വലിയ കോട്ടയുണ്ടായിരുന്നു. കോട്ടയിൽ രത്നാവതി എന്ന അതിസുന്ദരിയായ രാജകുമാരി പാർത്തിരുന്നു. രത്നാവതിക്ക് വിവാഹപ്രായമായി. പല നാടുകളിൽ നിന്നും രാജകുമാരന്മാർ അവളെ ഭാര്യയാക്കണമെന്ന ആഗ്രഹത്തോടെ രാജാവിന് സമീപം ആലോചനകളുമായെത്തി. എന്നാൽ ആയിടെ അവിടെ വന്നു ചേർന്ന ഒരു ദുർമന്ത്രവതിയായ സിംഗിയ രത്നാവതിയെ കണ്ട് ആകൃഷ്ടനായി. എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അയാളിൽ ഉറച്ചു. നേരിട്ട് ചെന്ന് ചോദിച്ചാൽ രാജാവ് വിവാഹം കഴിച്ചു തരില്ല എന്ന് സിംഗിയയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ അയാൾ ദുർമന്ത്രവാദത്തിലൂടെ രത്നാവതിയെ സ്വന്തമാക്കാൻ തുനിഞ്ഞു. ആയിടയ്ക്ക് ചന്തയിൽ വെച്ച് രത്നാവതിയുടെ ദാസിയെ സിംഗിയ കണ്ടു. രത്നാവതിക്ക് തലയിൽ തേക്കാൻ എണ്ണ വാങ്ങാൻ വന്നായിരുന്നവൾ. ദാസി വാങ്ങിയ എണ്ണയിൽ ദുർമന്ത്രവാദി കുറേ മാന്ത്രിക ക്രിയകൾ ചെയ്തു. അത് തലയിൽ തേച്ചാൽ രത്നാവതി മന്ത്രവാദിയെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വരും. എന്നാൽ രത്നാവതി അതിബുദ്ധിമതിയായിരുന്നു. അവൾ ആ എണ്ണ തലയിൽ തേച്ചില്ല. പകരം തറയിലൊഴിച്ച് കളഞ്ഞു. എണ്ണ വീണ് മണ്ണ് ചുരുണ്ട് കട്ടികൂടിയൊരു പാറയായി മന്ത്രവാദിയുടെ നേർക്ക് ഉരുണ്ടെത്തിയെന്നും അതിടിച്ച് മന്ത്രവാദി മരണപ്പെട്ടു പോയി എന്നും വിശ്വസിക്കുന്നു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് മന്ത്രവാദി ബാങ്കറിനെ കഠിനമായി ശപിച്ചു. നശിച്ചു പോകട്ടെ എന്നായിരുന്നു ആ ശാപം. ഇതിൻ്റെ ഫലമോ എന്തോ തൊട്ടടുത്ത വർഷം തന്നെ അയൽരാജ്യമായ അജബ്ഗഡ് ബാൻഗഡിനെ ആക്രമിച്ചു. രക്തരൂഷിതമായിരുന്നു ആ പോരാട്ടം. ബാൻഗറിലുള്ള എല്ലാവരും അജബ്ഗഡ് സൈന്യത്തിൻ്റെ വാളിനിരയായി. രത്നാവതിയും കോട്ടയ്ക്കുള്ളിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ബാൻഗർ ഒരു അപ്രധാന പട്ടണമായി മാറി. ആരും കൊലകൾക്ക് സാക്ഷിയായ കോട്ട മുടിഞ്ഞു. രാത്രിയിൽ കോട്ടയ്ക്കുള്ളിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഉറക്കെ ഒച്ച വെച്ച് ചീറിയ ശേഷം പൊടുന്നനെ പൊട്ടിക്കരയുന്ന സ്ത്രീശബ്ദം പലരും കേട്ടു. കോട്ടയ്ക്ക് സമീപം നടന്നവർ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന പ്രകാശങ്ങളും ക്ഷണനേരം കൊണ്ട് തെന്നിമറിയുന്ന രൂപങ്ങളും കണ്ടു. കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നവരിൽ ചിലർ ഇരുട്ടിൽ പെട്ടെന്നൊരു കൈ വന്നു തങ്ങളെ വീശിയടിച്ചതായി പറയുന്നു. വേറെ ചിലർ ഇന്ന് ഭൂമിയിലില്ലാത്ത തരം പെർഫ്യൂമുകളുടെ സുഗന്ധം കോട്ടയ്ക്കുള്ളിൽ ഉയരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലമായ രാജസ്ഥാനിലെ ബാൻഗർ കോട്ടയെക്കുറിച്ചുള്ള കഥകളാണ് ഇവയൊക്കെ. കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാടാണ് രാജസ്ഥാൻ. സംസ്ഥാനത്തെ ആൾവാർ മേഖലയിലാണ് ആളുകളെ നൂറ്റാണ്ടുകളായി പേടിപ്പിക്കുന്ന ഈ കോട്ട നിലനിൽക്കുന്നത്. പ്രശസ്തമായ സരിസ്ക കടുവ സങ്കേതത്തിൻ്റെ അതിർത്തിയിൽ 17-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഈ കോട്ടയുടെ നാശത്തിന് പിന്നിലുള്ള കഥയും ആളുകളുടെ പ്രേതാനുഭവങ്ങളും ലോകം മുഴുവൻ ഇപ്പോഴും പ്രസിദ്ധമാണ്. ഈ കഥകളൊന്നും സത്യമാണെന്ന് യാതൊരു ഉറപ്പുമില്ലെങ്കിലും എന്നാൽ പ്രേതകഥകൾക്കുമപ്പുറം ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്ഥലം കൂടിയാണ് ബാൻഗർ. ആരവലി മലനിരകളുടെ ഭംഗി പകർത്തുന്നതിനും ബാൻഗഡ് കോട്ടയുടെ ശില്പശാസ്ത്രീയ ആസ്വദിക്കാനുമായി നിരവധി സഞ്ചാരികളാണ് ദിവസേന രാജസ്ഥാനിലേക്ക് എത്തുന്നത്. എന്നാൽ നശിച്ചു നാമാവശേഷമായ ഒരു കൊട്ടാരവും അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന കുറേ കഥകളും ആത്മാക്കളെ കണ്ടതും അനുഭവിച്ചതുമായ ഗ്രാമവാസികളുടെ അനുഭവ സാക്ഷ്യങ്ങളുമാണ് രാജസ്ഥാനിലെ ബാൻഗറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ വരവേൽക്കുക. കോട്ടയുടെ പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് കൂടി കാണുന്നതോടെ ഉള്ളിൽ ഭയം ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് പാരിമത്തിലെത്തും. കാരണം ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പ് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും പ്രവേശനം നിഷേധിച്ചിട്ടുള്ള എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ബാൻഗർ കോട്ട. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയുമായി വരുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ്.
അദൃശ്യകരങ്ങൾ.